അതായത് ഇത് വന്നിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല ഈ ബസ്സിൽ. ഇത് ഇൻ്റർസിറ്റിയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നമ്മളിതിൽ പോകാൻ പോകുന്നത്. എന്താ പറയുക, നല്ല നീറ്റാണ്, നല്ല ക്ലീനിങ് ആണ്. അതായത് നീറ്റും ക്ലീനിങ് ഒന്നും തന്നെയാണ്, നല്ല ഇതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ്റൂം ഉണ്ട്. നമുക്ക് എല്ലാ ബസ്സിലും അങ്ങനെ വാഷ്റൂം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഇതിൽ വാഷ്റൂം ഉണ്ടല്ലോ. അതാണ് ഏറ്റവും ഇത്. പക്ഷേ ഇത് കോയമ്പത്തൂർ വരെ ഉള്ളൂ. അതായത് നമുക്ക് കേരളത്തിലോട്ട് ഇതില്ല, കോയമ്പത്തൂരാണ് ലാസ്റ്റ്. ഇത് കോയമ്പത്തൂർ വരെയുള്ളൂ. കേരളത്തിലൂടെ ഇതുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരുന്നു നമുക്ക് തോന്നുമല്ലേ. ഞാൻ കാണിച്ചു തരാം, ബസ്സിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. നമ്മളെടുത്തിരിക്കുന്നത് സീറ്റാണ്, അമ്മയ്ക്ക് മാത്രമൊരു ബസ്. നമുക്ക് സീറ്റ് മതി. അടിപൊളിയാണ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ഓക്കെ, ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ജനുവരിക്ക് ശേഷം അല്ലേ, അതൊരു വല്ലാത്തൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലോട്ട് പോവാണ്, പാലക്കാട്. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ രീതിയിൽ സന്തോഷമുണ്ട് അല്ലേ. പിന്നെ വന്നിട്ട് വിഷമമുണ്ടോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും വിഷമമുണ്ട്. കാരണം അച്ഛനില്ലാതെ ഞങ്ങൾ ആദ്യത്തെ ഒരു യാത്രയാണ് പോണത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്കത് ഫീലിംഗ് അറിയില്ല, പക്ഷെ ഇന്നലെ തൊട്ടേ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മയൊക്കെ കൂട്ടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ബസ്സിൽ അച്ഛനൊക്കെ ആയിട്ട് പോയ ഒരു ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു പോക്കിൽ. എനിക്ക് ഒറ്റയ്ക്കാണ്, ഞാൻ പറയാം, എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ അത് ഫീൽ ചെയ്യില്ല. പക്ഷെ എല്ലാവരും കൂടെ പോകുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിട്ടുണ്ട്. ഇന്നലെ തൊട്ടേ എൻ്റെ മൈൻഡ് ഭയങ്കര ഇതാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നാട്ടിലോട്ട് പോവാണ്. പെട്ടെന്ന് തോന്നി ശരി പോയിട്ട് വരാം, പിന്നെ കുറച്ച് ജോലി ഉണ്ട് അവിടെ, അതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി പോകുന്നിട്ട് പോക്കണം. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ എ ട്യൂബിൽ വന്നു, കോയമ്പേട് എത്തിയിട്ടോ. കോയമ്പേട് എത്തി എ ട്യൂബിൽ വന്നു, കഴിക്കാനിരിക്കുന്നു. ചിരിക്കടാ, എന്താ ചിരി സഞ്ജയുടെ. അങ്ങനെ ചിരി. എന്നാ മീനുമാ, എന്നാ വേറെ എന്താണ് ഓർഡർ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അതെ, കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. യെസ്, കിട്ടണമെങ്കിൽ ഇനി 1 മണിക്കൂറാണ്. വേറെന്താണ്, ബസ് വരാൻ സമയമുണ്ട്, ഇനി 1 മണിക്കൂറുണ്ട് കേട്ടോ. നേരത്തെ വന്നാണ്, ട്രാഫിക് ആവണ്ടാണ് ബസ്. അതെ, ഇവിടെ നിന്ന് കഴിച്ചു പോയിക്കാട്ടായിരിക്കും സമയം. അതെ, അത്രയൊക്കെ ബസ് പോയിട്ട് ബസ്സിൻ്റെ റിവ്യൂ എടുക്കണമെന്നുണ്ട്. പോയിട്ട് ശരി. മിനിമ മീൻസ് എന്താ ഡെല്ലായിരിക്കും മീനു? എന്താ മീനു വിഷമം? ഇവിടെ വിട്ട് പോകണമെന്നിട്ട് ഒരാഴ്ച കളിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് വിഷമത്തിലാണ് ആള്. മീന് ദോശ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇതാ അവിടെയാണ് കേട്ടോ ബസ് വരിക. JP ഹോട്ടൽ കണ്ടോ, അവിടെയാണ് ബസ് കേട്ടോ. അതായത് ഇത് വന്നിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല ഈ ബസ്സിൽ. ഇത് ഇൻ്റർസിറ്റിയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നമ്മളിതിൽ പോകാൻ പോകുന്നത്. എന്താ പറയുക, നല്ല നീറ്റാണ്, നല്ല ക്ലീനിങ് ആണ്. അതായത് നീറ്റും ക്ലീനിങ് ഒന്നും തന്നെയാണ്, നല്ല ഇതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ്റൂം ഉണ്ട്. നമുക്ക് എല്ലാ ബസ്സിലും അങ്ങനെ വാഷ്റൂം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഇതിൽ വാഷ്റൂം ഉണ്ടല്ലോ. അതാണ് ഏറ്റവും ഇത്. പക്ഷേ ഇത് കോയമ്പത്തൂർ വരെ ഉള്ളൂ. അതായത് നമുക്ക് കേരളത്തിലോട്ട് ഇതില്ല, കോയമ്പത്തൂരാണ് ലാസ്റ്റ്. ഇത് കോയമ്പത്തൂർ വരെ ഉള്ളൂ. കേരളത്തിലൂടെ ഇതുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരുന്നു നമുക്ക് തോന്നുമല്ലേ. ഞാൻ കാണിച്ചു തരാം, ബസ്സിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. നമ്മളെടുത്തിരിക്കുന്നത് സീറ്റാണ്, അമ്മയ്ക്ക് മാത്രമൊരു ബസ്. നമുക്ക് സീറ്റ് മതി. അടിപൊളിയാണ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. சஞ்சமா இதான் நம்ம பஸ்ஸோட டிரைவர். உங்கள் நேம் என்னன்னா? ஹரிஹரன். ஓகே, இதில் நம்ம ஃபர்ஸ்ட் டைம், எப்போவுமே இதில் தான் போவோம். ஆனால் இது வந்து கேரளா கூட இது இருந்துச்சு கொஞ்சம் இதுவாக இருக்கும்ல. ஓ, இவங்க கிட்ட தான் சொல்லணுமா? ஓகே, நீங்கள் கோயம்புத்தூர் வரைக்கும் தானே, பாலக்காடு வரைக்கும் ஆக்கலாம்ல, ஈஸியாக இருக்கும். ஏன்னா இது வந்து கொஞ்சம் நீட் அண்ட் க்ளீனாக இருக்குது. இப்போ இருக்கிற எல்லா இடத்துலையும் வச்சு நீட் அண்ட் க்ளீனாக இருக்குது. அதுவும் இல்லாமல் வாஷ்ரூம் எல்லா இதிலும் இருக்காதுல்ல, இது வந்து அது ஒரு இது இருக்குது. அதனால ரொம்ப ஓகே, தேங்க்யூ. வா மீனுமா, കമോൺ കമോൺ വാ. ഇതാണ് അപ്പോൾ അതിൻ്റെ സീറ്റ് കേട്ടോ. കേട്ടോ, മേലെ ബർത്ത്. എവിടെ ഇരിക്കണേ? എൻ്റെ അടുത്താണോ നിൻ്റെ അടുത്താണോ എവിടെയാണ്?
ഓക്കെ, അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങൾ 3 പേര് മാത്രമുള്ളൂ ഈ ബസ്സിൽ. കേട്ടോ, ആൾക്കാർ വരുന്നേ ഉള്ളൂ. ഫസ്റ്റത്തെ പോയിന്റാണ് ഞങ്ങൾ. അതെ, നമ്മൾ കറക്റ്റൊക്കെ അവിടെ അപ്പുറത്തത് അവിടെ ഇരിക്കുന്നു. അതെ, ആരമ്മ അറിയാത്ത ആൾക്കാർ വീഡിയോയിൽ ഹായ് പറയുന്നല്ലോ. ആരാണോ ഇവിടെ കണ്ടൊരു പരിചയം? അതെ, ന്യൂസ് സബ്സ്ക്രൈബർ ന്യൂസ് സബ്സ്ക്രൈബർ ആണ്. അവിടെ ഹായ് കാണിക്കുന്നു. നല്ല കുട്ടിയിലെ കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ട്. ആര് പറ്റ കുട്ടിയോ അങ്ങനെ പറയരുത്. നൊന്തു, എനിക്ക് നൊന്തു. എന്താ ഒരു മൗണ്ട് ആ കുട്ടിയുടെ പാട്ടിയാണ് കിടന്നാ. ഓ, പാട്ടീൻ്റെ കൂടെ കുട്ടി വേറെ കുട്ടി നാട്ടിൽ പോകുന്നത്. നമ്മൾ അഴകാണ് കൊടന്ന് ഇപ്പിടി ഇങ്ങനെ വയ്യാത്ത അമ്മയുടെ കൂടെ ഒരാൾ വേണ്ട പ്രൊട്ടക്ട് ചെയ്യാൻ. ഇത് എൻ്റെ മകൻ, ഇത് എൻ്റെ അനിയത്തി. നന്നായി പരിചയപ്പെടുത്തിയത്. എന്താ മോളെ നീ വായ തുറന്ന് നോക്കണേ? തമിഴ് പുരിമ, മലയാളം പുരിമ, ബംഗാളി, ഗുജറാത്തി, ഏതാ ഭാഷ? അല്ല, നമുക്ക് വല്ല ബിസ്ക്കറ്റ് മയക്കുമതി കൊടുത്തു. ആ പറ വാ. പറയൂ, എന്താ പറയാനുള്ളത്? പറയൂ. ആ കുട്ടീനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആലോചിക്കണം നമ്മൾ. ആ കുട്ടീനെ ലാസ്റ്റ് പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് അപ്പുറത്ത് നോക്കൂ, ആ കുട്ടി നോക്ക്, അപ്പുറത്ത് കിടന്ന് കൈ കാണിക്കും. നമ്മുടെ ഒപ്പം വരാമെന്ന്. കുട്ടീനെ കാണാനില്ല. വരുന്നോ ഞങ്ങളുടെ വീട്ടിലേക്ക്? ഇപ്പുറത്തൊരു അണ്ണനുണ്ടാകാൻ തോന്നുന്നു. ഓക്കെ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നോ മോളെ? ഓ, ആര് വിളിച്ചാലും മോളെ കുട്ടിയാണ്. അത് കണ്ടറിഞ്ഞൂടെ? അത് ശരി, അതെങ്ങനെ അറിയാം? ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാലേ നിങ്ങളുടെ അമ്മേനെ കാണാൻ പറ്റില്ല. കുഴപ്പമില്ല, താണ്ടവരെയൊക്കെ അമ്മാന്ന് പറയണില്ലേ? കുട്ടിയെ നന്നായി പഠിപ്പിച്ചോണ്ടിരുന്നു വീട്ടില്. വേറെന്താണ് പറയാനുള്ളത്? ഒരു നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ ഈ ഒരു നാട്ടിലേക്ക് പോക്ക് നമുക്ക് വിഷമമുണ്ട്. ഇങ്ങനെ ഒരു ബസ് യാത്രയിലായിരുന്നു അച്ഛനില്ലാതെ ആദ്യത്തെ യാത്ര. അച്ഛൻ നമ്മളെ വിട്ട് പോയതിന് ശേഷമുള്ള ആദ്യത്തെ യാത്രയാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ YBM-ലായിരുന്നു. അച്ഛൻ, ഞാൻ, YBM അല്ല, ഓറഞ്ച് ട്രാവൽസ് അല്ലേ, എല്ലാവരും കൂടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ബർത്തിലൊക്കെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോയത്. അങ്ങനെ ഇല്ലാത്ത ആദ്യത്തെ യാത്ര. പിന്നെ നാടെന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് അച്ഛനായിരിക്കും റെഡിയായി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ നമുക്ക് എന്തായാലും ഉണ്ട്. എല്ലാം നമ്മൾ തരണം ചെയ്ത് പോയല്ലേ പറ്റൂ, അല്ലേ? എല്ലാവരും ഈ ലോകത്തെ വിട്ടിട്ട് ഒരു ദിവസം പോകണമെന്ന് ഇപ്പം നമ്മൾ തന്നെ ഇതാവുന്നുണ്ട്. ഓക്കെ, എന്തോ വിഷമമുണ്ട്. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു യാത്രയാണ് ഈ ഒരു യാത്ര കേട്ടാ. പിന്നെ വേറെന്താന്ന് പ്ലാനിങ് ഒന്നും അറിയിട്ടില്ല. അവിടെ എത്തിയാൽ അറിയാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നല്ലേ. ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു യാത്രയാണത്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെന്താണ്? സഞ്ജുവിനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ട്. 19-ാം തീയതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സഞ്ജു. വേറെന്തടി? രേണുമോ സോഗമായി പോയിച്ച്. നമുക്കതിങ്ങനെ ഇതാവുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട് പോകുമ്പോൾ കേട്ടോ, നാട്ടിലേക്ക് വരികയെന്നൊരിത് വരുമ്പോഴേ അച്ഛനത് ഫസ്റ്റ് മുന്നോട്ട് വന്ന് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ അതെന്താ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല നമുക്ക്. എല്ലാം നമ്മൾ തരണം ചെയ്ത് വരണം, അല്ലേ? അത്രയേ ഉള്ളൂ. ദൈവം വിളിക്കുമ്പോൾ നമ്മളൊക്കെ പോകണ്ടേ? അത്രേ വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അത്രയേ ഉള്ളൂ. ഫീലിംഗ് മാത്രം ഇരുന്നിട്ട് നമുക്ക് വിഷമിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതം ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. എല്ലാവരും ഈ ലോകത്തെ വിട്ട് പോകണമെന്ന് നമുക്കറിയാം. പക്ഷേ വിഷമമുണ്ട്. അങ്ങനെ ഓക്കെ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ അതിൽ ആരും കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോയ ശേഷം എന്താ കാഴ്ച? പുറത്തെ കാഴ്ച കാണിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ എല്ലാവരും ഒരുപാട് കണ്ടതല്ലേ. പക്ഷെ നല്ല ക്ലീനൊക്കെ തന്നെയാണ് കേട്ടോ ബസ്. രാത്രി ഇത് കാണിച്ചു അത്രയും ക്ലീൻ. ഞാൻ വേണമെങ്കിൽ പുറത്ത് ചെന്നൈയിലെ ട്രാഫിക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതെ, ഓക്കെ. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പോകുന്ന വഴി കുറച്ച് കേളമ്പക്കത്തിലെ ബസ് സ്റ്റാൻഡ്. ഇത് വലിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. വലിയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വലിയ ബസ് സ്റ്റാൻഡാണ്. ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. മാക്സിമം ഞാൻ എടുത്തുതരാം. ഇതാണ് കിളാമ്പക്കം ബസ് സ്റ്റാൻഡ്. ഇതാണ്. ഇവിടെ നിന്നാണ് എല്ലാ ബസ്സുകളും പോവുക. സെയിം ഈ ബസ്സാണ് നമ്മുടെ ബസ്. വലിയതൊന്നും തോന്നിയില്ല. പക്ഷെ കണ്ടോ, ഇതാണ് കേളമ്പക്കം ബസ് സ്റ്റാൻഡ്. വലിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ.
വണ്ടി ഇത് 108 സിസി